നിങ്ങൾ എന്നാണോ ഒരു നാർസിസ്റ്റിനോട് റിയാക്ട് ചെയ്യുന്നത് നിർത്തുന്നുവോ അവിടെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു നാർസിസ്റ്റിന്റെ വലിയ ഒരു ചേഞ്ച് കാണാൻ സാധിക്കുന്നത്. ഇതൊരിക്കലും അവർ മാറുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടല്ല, അവരുടെ ഗെയിമിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നത് കൊണ്ടാണ്. അവരുടെ ആ ഒരു കൺട്രോളിൽ നിങ്ങൾ നിന്നു കൊടുക്കാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്തായി മാറും എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ഇവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ സ്വയം ഡിഫെൻഡ് ചെയ്യുന്നു, ആർഗ്യൂ ചെയ്യുന്നു, കാല് പിടിക്കുന്നു. ഈ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഇതൊരിക്കലും ബെറ്റർ ആവാറില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ ഈ കൊടുക്കുന്ന റിയാക്ഷനാണ് അവർക്ക് നിങ്ങളുടെ മുകളിലുള്ള കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. വളരെ ഡീപ്പായിട്ട് ഒരു നാർസിസ്റ്റിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോലും ഒരു നാർസിസ്റ്റിന് ജീവിക്കാനോ സർവൈവ് ചെയ്യാനോ ഒരിക്കലും സ്നേഹത്തിന്റെ ആവശ്യമില്ല. ഇവർക്ക് ഈ ഒരു റിയാക്ഷൻ മാത്രം മതി. നിങ്ങളുടെ സാഡ്നെസ്, നിങ്ങളുടെ ദേഷ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു റിയാക്ഷൻ മാത്രം മതി ഇവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ. കാരണം ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു റിയാക്ഷൻ മാത്രം വെച്ചിട്ടാണ്. സോ ആ ഒരു ഇക്വേഷനിൽ നിന്നും നിങ്ങൾ ആ ഒരു റിയാക്ഷൻ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുകളിൽ അവർക്ക് വേറെ ഒരു കൺട്രോൾ ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ചെന്നെത്തുന്നത്. സോ നിങ്ങൾ ഈ ഒരു റിയാക്ട് ചെയ്യുന്നത് അങ്ങ് നിർത്തി കഴിയുമ്പോൾ അവരിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. അവർ നിങ്ങളുടെ റിയാക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവർ നിങ്ങളെ ഫസ്റ്റ് കണ്ടുമുട്ടിയ സമയത്ത് അവരുപയോഗിച്ച സെയിം ടാക്ടിക്സ് ആയിരിക്കും ഇവിടെയും ഉപയോഗിക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ റിയാക്ഷൻ വേണം. ഇത് ചിലപ്പോൾ വിക്ടിം ഗെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഗ്യാസ് ലൈറ്റിംഗ് ആയിരിക്കും. നീ ഓവർ റിയാക്ടിങ്, നീ പ്രശ്നക്കാരൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ചിലപ്പോൾ ഭയങ്കര ഷൗട്ടിംഗ് ആയിരിക്കും. നിങ്ങളെ അടിക്കാൻ വരെ വരാം. എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു റിയാക്ഷൻ നേടിയെടുക്കണം. ആ ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ തിരിച്ച് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു തെറ്റുകാരാവും. നിങ്ങൾ അവരോട് മിണ്ടാതിരുന്നാൽ നിങ്ങൾ ഭയങ്കര കോൾഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാവും. ഇങ്ങനെ നിങ്ങളെ ഓരോ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടോ ഒരു റിയാക്ഷൻ നേടിയെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വീണ്ടും കയറി വരാനായിരിക്കും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു നാർസിസ്റ്റിന്റെ ഈ ഒരു റിയാക്ഷൻ. ഇവർക്ക് കൊടുക്കുന്ന റിയാക്ഷൻ നിർത്തിക്കഴിഞ്ഞാൽ ഇവരുടെ റെസ്പോൺസ് ഓൾവേസ് ഇങ്ങനെയായിരിക്കും. ലവ് ബോംബിങ്, ഗ്യാസ് ലൈറ്റിംഗ്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് നിങ്ങളെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവരിലേക്ക് വലിച്ച് അടുപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കിക്കൊണ്ടേയിരിക്കും. ഈ ഒരു നോർമലായിട്ട് ഇവർ ചെയ്യുന്ന ടെക്നിക്സ് ഒന്നും വർക്കൗട്ട് ആവാതെ വരുമ്പോൾ അടുത്തതായിട്ട് ഇവർ ഉപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇവർ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ അവർ സ്വയം എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്യൂസൈഡ് ചെയ്യും, അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യുന്ന പോലെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു രീതിയിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൺട്രോൾ ചെയ്യാനായിരിക്കും ഇവരുടെ ശ്രമം. ഈ ഒരു ടാക്ടിക്സ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അവസാനത്തിൽ ഏറ്റവും അവർ ഉപയോഗിക്കുന്നത് ഞാൻ നിന്നെ വിട്ട് പോകും, എനിക്കിനി നിന്നെ വേണ്ട, ഈ ഒരു രീതിയിൽ അവർ നിങ്ങളെ കളഞ്ഞിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു മിസ്സിങ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഇതിൽ പെട്ടുപോകരുത്. കൂടുതൽ ആളുകളും പെട്ടുപോകുന്നൊരു സ്റ്റേജാണിത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ ശ്രമിക്കും. എടാ പോയല്ലേ, നമുക്കിത് പറഞ്ഞ് ശരിയാക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും. അതിൽ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിയാക്ഷൻ നിർത്തിവെക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്, അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം, ആ ഒരു ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ടും കുറഞ്ഞു വരും.
അവിടെയാണ് നിങ്ങൾ ജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എത്രത്തോളം നിങ്ങളിൽ ഇൻട്രസ്റ്റ് കുറയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം അത്രയും അധികം നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അത്രയും ഫോഴ്സ് ചെയ്യാനും ശ്രമിക്കും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങളുടെ ഫാമിലിയിലും എല്ലാവരുമായിട്ട് കമ്പനി അടിച്ച് അവരെ കൊണ്ട് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളും അയാളും ഒന്നിപ്പിക്കാനുള്ള എല്ലാ കളികളും അവർ കളിക്കും. ഇതിലൊന്നും പെട്ടുപോവാതെ എല്ലാവരും നിങ്ങൾ ഒറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ മെന്റൽ ഫിസിക്കൽ ഹെൽത്തുമാണ് ഏറ്റവും വലുത് എന്നുള്ളത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങളെടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ജീവിതം നല്ലതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഉറച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അയാൾ നിങ്ങളെ ഓരോ തവണ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴും ഓരോ തവണ മുന്നിൽ വന്ന് കരയുമ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഓരോ വേദനയും നിങ്ങളെ ഓരോ തവണ ചതിച്ചതും നിങ്ങളെ എത്രത്തോളം ക്രൂരമായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരിലേക്ക് തിരിച്ചു പോവാതെ ആ ഒരു റിയാക്ഷൻ ഇല്ലായ്മ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വായിൽ നിന്ന് കൊടുക്കുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ വാക്കുകളെക്കാൾ വലിയ ഒരു കീ വേറെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് കൊണ്ട് മാത്രം ജീവിതത്തിൽ ഓരോ റിയാക്ഷനും ഓരോ എക്സ്പ്ലനേഷനും കൊടുത്ത് പഠിക്കണം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ എക്സ്പ്ലനേഷൻസോ കൂടുതൽ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.